നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കടപുഴ പാലത്തിൽ നിന്നും കല്ലടയാറ്റിൽ ചാടിയ യുവാവ് മരിച്ചു. തേവലക്കര സ്വദേശി അനീഷ് കൃഷ്ണനാണ് മരിച്ചത്. ശാസ്താംകോട്ട അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വർണവും പണവും കവർന്ന ഹോം നഴ്സ് പിടിയിൽ. അഞ്ചൽ സ്വദേശി സബീനയാണ് അറസ്റ്റിലായത്. തേവലക്കരയിലെ വീട്ടിൽ ഹോം നഴ്സായി ജോലി ചെയ്തു വരുമ്പോഴാണ് പണവും സ്വർണവും അപഹരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് കൂട്ടധർണ. കൊല്ലം ജില്ലാ ആശുപത്രിക്ക് മുന്നിലായിരുന്നു ധർണ. UTUC ഐക്യമഹിളാ സംഘം സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അവാർഡ് തിളക്കത്തിൽ കരുനാഗപ്പള്ളി അഴീക്കൽ ജനകീയ ആരോഗ്യ കേന്ദ്രം. സംസ്ഥാന സർക്കാർ നൽകുന്ന കായകൽപ്പ പുരസ്കാരമാണ് കുടുംബാരോഗ്യ കേന്ദ്രം കരസ്ഥമാക്കിയത്. 91.7% മാർക്ക് നേടി ജില്ലയിൽ ഒന്നാം സ്ഥാനം. വിശദമായ വാർത്തകളിലേക്ക്. കടപുഴ പാലത്തിൽ നിന്നും കല്ലടയാറ്റിൽ ചാടിയ യുവാവ് മരിച്ചു. തേവലക്കര സ്വദേശി അനീഷ് കൃഷ്ണനാണ് മരിച്ചത്. ശാസ്താംകോട്ട അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചവറ തേവലക്കര പ്ലാച്ചേരിൽ അനീഷ് കൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇയാൾ ആറ്റിലേക്ക് ചാടിയത്. തുടർന്ന് പ്രദേശവാസികൾ ശാസ്താംകോട്ട അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശാസ്താംകോട്ട പോലീസ് എത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചു. ശേഷം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹം ബന്ധുക്കളെത്തിയാണ് തിരിച്ചറിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ആരോഗ്യവകുപ്പ് അനാസ്ഥ കാട്ടിയെന്നാരോപിച്ച് ധർണ നടത്തി. കൊല്ലം ജില്ലാ ആശുപത്രിക്ക് മുന്നിലായിരുന്നു ധർണ. UTUC ഐക്യമഹിളാ സംഘം എന്നിവ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആരോഗ്യവകുപ്പിനെ അരാജക വകുപ്പാക്കി മാറ്റിയ വകുപ്പ് മന്ത്രിയുടെ പേരിൽ നരഹത്യക്ക് കേസെടുക്കണമെന്ന് UTUC ദേശീയ പ്രസിഡന്റ് A. അസീസ്. കൊല്ലം ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ UTUC ഐക്യമഹിളാ സംഘം സംയുക്തമായി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ആരോഗ്യവകുപ്പ് മന്ത്രി സ്ഥാനം അവർക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ട് അവരുടെ പേരിൽ അവർ രാജിവെക്കണമെന്നത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അവർ നരഹത്യക്ക് കേസെടുക്കണം. കേസെടുത്ത് അവർ രാജിവെക്കണം. കേസെടുക്കുന്നതോടൊപ്പം തന്നെ അവർ രാജിവെക്കണമെന്നതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. യോഗത്തിൽ UTUC ജില്ലാ പ്രസിഡന്റ് ഇടവലശ്ശേരി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K. സിസിലി, സജി ഡി ആനന്ദ്, കുരീപ്പുഴ മോഹൻ, K. രാജി, TK സുൽഫി, ജയലക്ഷ്മി, കൈപ്പുഴ V. റാംമോഹൻ, G. വേണുഗോപാൽ, MS ഷൌക്കത്ത്, R. സുനിൽ, ഫിറോസ് അഹമ്മദ്, ആനി ബാബു, സജിത ഷാജഹാൻ, ലൈല സലാഹുദ്ദീൻ, സോഫിയ സലാം, ബിജു ലക്ഷ്മികാന്തൻ, അജിത് അനന്തകൃഷ്ണൻ, ചെങ്കുളം ശശി, സദു പള്ളിത്തോട്ടം, സജീവ് കുമാർ മഞ്ഞപ്പാറ, സലീം, സുദർശനൻ TC, അനിൽകുമാർ, സുഭാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KPCC സംസ്കാര സാഹിതി തൊടിയൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് തല രൂപീകരണ യോഗം നടത്തി. മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. KPCC സംസ്കാര സാഹിതി തൊടിയൂർ പഞ്ചായത്ത് തല രൂപീകരണ യോഗമാണ് സംഘടിപ്പിച്ചത്. മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി. സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ എബി പാപ്പച്ചൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സംസ്കാര സാഹിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് സജീവ് മാമ്പറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ കൺവീനർ SM ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് ചെയർമാൻമാരായ ബൈജു ശാന്തിരംഗം, SK അനിൽ ശ്രീജി, മുരളി പാലപ്പള്ളിയിൽ, രമണൻ എന്നിവർ പങ്കെടുത്തു. വൈസ് ചെയർമാൻമാരായി സേതു C, അഷ്റഫ് വിളയിൽ, അജയകുമാർ കൈതപ്പുഴ, സിന്ധു ശ്രീകുമാർ എന്നിവരെയും ജനറൽ കൺവീനറായി T. അനിൽകുമാറിനെയും തിരഞ്ഞെടുത്തു. സെക്രട്ടറിമാരായി മനേഷ് ഇടക്കുളങ്ങര, P. അനിൽകുമാർ, മൈതാനത്ത് വിജയൻ, റജീന റിയാസ്, രഞ്ജിനി, ജയലക്ഷ്മി എന്നിവരെയും ട്രഷററായി സുധീഷിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓണത്തിനൊരു പുറം പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ശ്രീ N. ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് കൃഷി ആരംഭിച്ചത്. SPC കേഡറ്റുകളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി തോട്ടം ഒരുക്കുന്നത്.
മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ശ്രീ എൻ ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. സ്കൂളിലെ 10 സെന്റോളം സ്ഥലത്താണ് SPC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ പച്ചക്കറി തോട്ടം ഒരുങ്ങുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് നിർവഹിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സജീവ് അധ്യക്ഷത വഹിച്ചു. SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സുരാജ് പിള്ള പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ പ്രഥമാധ്യാപിക ഷിജി CS, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ തുളസീധരൻ പിള്ള, SPC PJ പ്രസിഡന്റ് അനിലകുമാരി, ദീപ്തി വിജയ് എന്നിവർ പങ്കെടുത്തു. കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ തൃക്കോവിൽവട്ടം കൃഷിഭവനിൽ നിന്നും കുട്ടികൾക്ക് ലഭ്യമാക്കി. കുറുമണ്ണ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷിക്ക് സ്ഥലമൊരുക്കുന്നതിനായി കുട്ടികളെ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുടുംബസംഗമം നടത്തി. കരൾ ശസ്ത്രക്രിയ നടത്തിയവരുടെയും ദാതാക്കളുടെയും ആലപ്പുഴ ജില്ലാ കുടുംബസംഗമമാണ് മാവേലിക്കരയിൽ സംഘടിപ്പിച്ചത്. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലായിരുന്നു കുടുംബസംഗമം. അവയവദാനത്തിന്റെ അവബോധം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവയവദാന വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ സംഗമം തീരുമാനിച്ചു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കരൾ ശസ്ത്രക്രിയ നടത്തിയവരുടെയും ദാതാക്കളുടെയും ആലപ്പുഴ ജില്ലാ കുടുംബസംഗമം നടത്തി. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല മനുഷ്യരുടെ ഇടയിലാണ്, നല്ല കരുളുള്ളവരുടെ ഇടയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഈ സ്നേഹവും ബന്ധങ്ങളും എല്ലാം നിലനിൽക്കട്ടെ, കൂടുതൽ മികവാർന്ന നിലയിലേക്ക് പ്രവർത്തനങ്ങൾ പോകട്ടെ. സ്വാഭാവികമായിട്ടും സംഘടനകൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഞങ്ങളെ പോലുള്ളവരുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അതിന് പരിഹരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ തേടുക എന്നുള്ളത് അവയവദാനത്തിന്റെ അവബോധം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവയവദാന വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ സംഗമം തീരുമാനിച്ചു. സൗജന്യമായി ജീവൻ രക്ഷാ മരുന്നുകൾ നൽകുന്നതിന് ജില്ലാ പഞ്ചായത്തിന് നിവേദനം നൽകുവാനും യോഗത്തിൽ തീരുമാനമായി. ജില്ലാ പ്രസിഡന്റ് ജേക്കബ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V രഘുനാഥ് സ്വാഗതം പറഞ്ഞു. ആർദ്രം മെഡിസിൻ കിറ്റ് വിതരണം മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു. സീരിയൽ താരം രശ്മി അനിൽ വിശിഷ്ടാതിഥിയായി. കരയാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉള്ളിൽ, എന്തെങ്കിലും ഒരു ചെറിയ സംഗതി നമ്മൾ ഓർത്താൽ മതി, ആരെങ്കിലും ഒരു വേർപാടോ എന്തെങ്കിലും നമ്മൾ ഓർത്താൽ മതി, നമുക്ക് വേഗം കരയാൻ പറ്റും. പക്ഷെ ചിരിക്കാൻ എത്ര നമ്മൾ ശ്രമിച്ചാൽ, നമുക്ക് ചിരിക്കില്ലെന്ന് വാശി പിടിച്ചാൽ നമുക്ക് ചിരിക്കാനേ പറ്റില്ല. അപ്പം ചിരിക്കാതിരിക്കുന്നവരെ ചിരിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ധർമ്മം. എന്തായാലും ഉള്ള സമയങ്ങളിൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. എപ്പോഴും നമുക്കൊരു അസുഖം വന്നു, അതിനെ ടേക്ക് ഇറ്റ് ഈസി, അത് പോട്ടെ, അതങ്ങനെ ആ ഒരു വഴിക്ക് അതങ്ങ് പൊയ്ക്കോട്ടെ. നമ്മുടെ അസുഖങ്ങളല്ല, നമുക്ക് ഇനി ഒരുപാട് ജീവിതം മുന്നോട്ടുണ്ട്. നമ്മൾ അതേ ഓർത്ത് ഇനി വരുന്ന നല്ല നാളുകൾ, അതിനുവേണ്ടി മാത്രം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. KPCC സെക്രട്ടറി കറ്റാനം ഷാജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനു വി നായർ, സംസ്ഥാന ഭാരവാഹികളായ അനോജ് ജേക്കബ്, ബാബു കുരുവിള, MK മനോജ് കുമാർ, ലാൽ കാട്ടാക്കട, രാജു എബ്രഹാം, മുഹമ്മദ് ബഷീർ, ജോഷിലാൽ എന്നിവർ പങ്കെടുത്തു. ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ അരുൺകുമാറെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ദിയ ദിലീപ് ആത്മതാളം എന്ന പേരിൽ നൃത്താവിഷ്കാരവും നടത്തി. ജിനുകുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സ്വർണവും പണവും കവർന്ന ഹോം നഴ്സ് പിടിയിൽ. അഞ്ചൽ സ്വദേശി സബീനയാണ് അറസ്റ്റിലായത്. തേവലക്കരയിലെ വീട്ടിൽ ഇവർ ഹോം നഴ്സായി ജോലി ചെയ്തു വരുമ്പോഴാണ് പണവും സ്വർണവും അപഹരിച്ചത്. അഞ്ചൽ വിളക്കുപാറ ഷാജി മൻസിലിൽ 39-കാരിയായ സബീനയാണ് പിടിയിലായത്. രോഗിയെ പരിചരിക്കാനെത്തിയ ഇവർ സ്വർണവും 10,000 സൗദി റിയാലും കവരുകയായിരുന്നു. തേവലക്കര പഞ്ചായത്ത് അംഗം അനസ് യൂസഫിന്റെ മുള്ളിക്കാല മറവരയ്യത്ത് വീട്ടിൽ ഇദ്ദേഹത്തിന്റെ അമ്മയെ പരിചരിക്കാനെത്തിയതായിരുന്നു ഇവർ. 8 മാസത്തിലേറെയായി ഇവിടെ ജോലി ചെയ്തു. ഇതിനിടെ കഴിഞ്ഞ ഫെബ്രുവരി 3-ന് സ്വർണവും ജൂണിൽ റിയാലും മോഷ്ടിക്കുകയായിരുന്നു. അനസിന്റെ സഹോദരന്റെ കുഞ്ഞിന്റെ 1/4 പവൻ സ്വർണമാല, 2 ഗ്രാം മോതിരം എന്നിവയാണ് ആദ്യം മോഷ്ടിച്ചത്. എന്നാൽ വീട്ടുകാർ ഇവരെ സംശയിച്ചില്ല. പിന്നീട് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10,000 റിയാൽ മോഷണം പോയതോടെയാണ് തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകിയത്. ഇവർ ജോലി നോക്കി വരുന്നതിനിടെ പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തിട്ട് വെറുതെ ഒരു സ്ത്രീ അങ്ങനെ പിടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചു. അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീക്ക് ഇരവിപുരം പോലീസ് സ്റ്റേഷനിലും പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലും സമാനമായ കേസ് ഇങ്ങനെ സർവൻ്റായിട്ട് നിന്ന് മോഷണം നടത്തിയ കേസുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് കൂടുതലായിട്ട് അവരുടെ CDRകളും മറ്റും പരിശോധിച്ചു. അതുപോലെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ആ ബാങ്കിൽ അവർക്ക് നേരത്തെയുള്ള എമൗണ്ടിന് അല്ലാത്ത രീതിയിൽ ക്രമരഹിതമായി കൂടുതൽ കാശുകൾ വന്നതായിട്ട് കണ്ടു. അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തപ്പോൾ മനസ്സിലായി അവർക്ക് മറ്റു വരുമാന മാർഗമൊന്നുമില്ല. പക്ഷേ അപ്പോൾ അവർക്ക് കൂടുതൽ കാശ് വരാനുള്ള സാധ്യത ഈ മോഷണത്തിൽ നിന്നാണ് മനസ്സിലായതിനു ശേഷം അവരെ വിളിച്ചു വരുത്തി
ചോദ്യം ചെയ്തതിൽ പരാതി സമ്മതിച്ചില്ലെങ്കിലും ഈ എവിഡൻസുകൾ നിരത്തിയപ്പോൾ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു. ഒരു അഞ്ചലിൽ ഏരൂരിലുള്ള ഒരു ഭാഗത്ത് അവർ ഇങ്ങനെ സ്വർണം പണയം വെച്ചതായിട്ട് പറഞ്ഞു. അങ്ങനെ അത് പോയി. അങ്ങനെ സ്വർണം റിക്കവർ ചെയ്തു. അതുപോലെ അതിനടുത്ത് തന്നെ ഒരു അഞ്ചലുള്ളൊരു ഭാഗത്ത് ഒരാളെ കൊണ്ട് ഈ റിയാൽ മാറ്റി കാശാക്കി അങ്ങനെ അവിടെ പോയിരുന്നു. അപ്പോൾ റിയാൽ അവർ ചെലവഴിച്ചിട്ടുണ്ട്. അത് റിക്കവറി എവിടെയാണെന്ന് വെച്ചാൽ അത് കിട്ടുന്ന റിക്കവറി തന്നെയാണ്. അങ്ങനെ അവർ പിടിച്ച് നമ്മളെ അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ഏരൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്ന സ്വർണവും യുവാവിന്റെ സഹായത്തോടെ മാറിയെടുത്ത റിയാലും കണ്ടെത്തി. ഏജൻസി വഴിയാണ് ഇവർ തേവലക്കരയിലെ വീട്ടിൽ ജോലിക്കെത്തിയത്. പരവൂർ, ഇരവിപുരം എന്നിവിടങ്ങളിലും സബീനയ്ക്കെതിരെ മോഷണ കേസ് നിലവിലുണ്ട്. SHO S ശ്രീകുമാർ, SI എൽനിയാസ്, TPOമാരായ വിനീഷ്, അൻസിഫ്, ലതിക, ആര്യ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തെക്കുംഭാഗം പോലീസ് ഇവരുമായി അഞ്ചലിലെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓണക്കാല വിഷരഹിത പച്ചക്കറി കൃഷിനടീൽ ഉത്സവം കായംകുളം എരുവയിൽ നടത്തി. സംയോജിത കൃഷി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് നടീൽ ഉത്സവം നടത്തിയത്. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓണക്കാല വിഷരഹിത പച്ചക്കറി കൃഷിനടീൽ ഉത്സവം നടത്തിയത്. എരുവ മുല്ലശ്ശേരിൽ പുരയിടത്തിൽ പച്ചക്കറി തൈകൾ നട്ട് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് കേരളത്തിൽ സംയോജിത കൃഷി എന്ന തരത്തിൽ നമ്മുടെ പ്രസ്ഥാനങ്ങൾ മുൻകൈയെടുത്ത് കേരളത്തിലാകെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അത് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ വിവിധ മേഖലകളിലുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കാർഷിക രംഗത്ത് കൂടുതൽ കർഷക സംഘം ഇടപെടണം എന്ന് തീരുമാനിച്ചു. അതിനുമായി ബന്ധപ്പെടുത്തിയുള്ളൊരു ചർച്ച നമ്മുടെ ജയദേവപിള്ള സാറും വിജയൻ സാറും അതുപോലെ തന്നെ നമ്മുടെ ഷറഫുദ്ദീൻ സാറും ശങ്കരപിള്ള സാറും എല്ലാം മുൻകൈയെടുത്ത് ആ ചർച്ച നടത്തി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളും നടത്തി വരികയാണ്. ഇപ്പോൾ കൃഷ്ണദാസ് സാർ ഉൾപ്പെടെ എല്ലാവരും അതിൻ്റെ ഭാഗമായി ചേർന്നിരിക്കുക. അപ്പോൾ ഇത് സംയോജിത പച്ചക്കറി കൃഷിയിൽ ഒതുക്കുന്ന ഒരു പ്രവർത്തന പരിപാടിയല്ല. എല്ലാ തരം വിളകളിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുകയും ആ വിളകൾ നാട്ടിൽ നടത്താൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന വളരെ ബൃഹത്തായ ഒരു പ്രവർത്തന പരിപാടിയാണ് കർഷക സംഘം ഏരിയ തലത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓണക്കാലത്ത് വിപുലമായ തോതിൽ വിഷരഹിത പച്ചക്കറികൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഓണക്കാലത്ത് നല്ല ഭക്ഷണ വിപണി എന്ന പേരിൽ വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുക, വീട്ടുവളപ്പുകളിലും തരിശുഭൂമികളിലും കൃഷി പ്രോത്സാഹിപ്പിക്കുക, ജൈവവളങ്ങളുടെയും വിത്തുകളുടെയും ലഭ്യത ഉറപ്പാക്കുക, കർഷകർക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ ജൈവവളങ്ങളും മികച്ച ഗുണനിലവാരമുള്ള വിത്തുകളും തൈകളും ലഭ്യമാക്കാനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. CPM കായംകുളം ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷേഖ് P. ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി. സംയോജിത കൃഷി ക്യാമ്പയിൻ കമ്മിറ്റി കായംകുളം ഏരിയ കൺവീനർ M. നസീർ, ജില്ലാ വൈസ് പ്രസിഡന്റ് M. E. ശ്യാം, ജില്ലാ കമ്മിറ്റി അംഗം C. അജികുമാർ, S. ജയദേവൻപിള്ള, N. ശങ്കരപിള്ള, T. K. വിജയൻ, M. J. ജയകൃഷ്ണൻ, ഡോക്ടർ കൃഷ്ണദാസ്, J. K. നിസാം, P. സുരേഷ് കുമാർ, K. ജയപ്രകാശ്, സലീം എരുവ, ജനപ്രതിനിധികൾ, സഹകരണ സംഘം ഭാരവാഹികൾ, കർഷക തൊഴിലാളി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഏരിയ തലങ്ങളിലും ലോക്കൽ തലങ്ങളിലും അതുപോലെ തന്നെ വാർഡുകളിലും വീടുകളിൽ വരെ കൃഷി ചെയ്യുവാനുള്ള ഒരു പദ്ധതിയുമായി കേരള കർഷക സംഘം മുന്നോട്ട് വന്നിരിക്കുകയാണ്. വർത്തമാനകാലത്ത് നാം മനസ്സിലാക്കുന്നത് പോലെ ജൈവ പച്ചക്കറിക്കും ജൈവ കൃഷിക്കും വളരെയേറെ പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളിലും ഭക്ഷണ പദാർത്ഥങ്ങളിലുമെല്ലാം വല്ലാതെ വിഷലിപ്തമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വിഷരഹിത പച്ചക്കറി നൽകുവാനും അതുവഴി മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും വേണ്ടിയാണ് കർഷക സംഘം ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണത്തിനായി കടകൾ ഭാഗികമായി പൊളിച്ചു നീക്കുന്നത് വൈകുന്നു. കടകൾ പൊളിച്ചു നീക്കാനെത്തിയ നഗരസഭാ അധികൃതരോട് ജൂലൈ 5-ന് മുമ്പ് കടകൾ സ്വന്തമായി പൊളിച്ചു നീക്കാമെന്നാണ് വ്യാപാരികൾ അറിയിച്ചത്. എന്നാൽ സമയം കഴിഞ്ഞിട്ടും കടകൾ പൊളിച്ചു നീക്കിയിട്ടില്ല. കടകൾ പൊളിച്ചു നീക്കാനെത്തിയ നഗരസഭാ അധികൃതരോട് ജൂലൈ 5-ന് മുമ്പ് കടകൾ സ്വന്തമായി പൊളിച്ചു നൽകാമെന്നാണ് കച്ചവടക്കാർ അറിയിച്ചത്. എന്നാൽ കടകൾ പൊളിച്ചു നൽകേണ്ട സമയം കഴിഞ്ഞിട്ടും ഇതുവരെയും കടകൾ പൊളിച്ചു നീക്കിയിട്ടില്ല.
പുനലൂരുകാരുടെ സ്വപ്നമാണ് ശ്രീരാമപുരം മാർക്കറ്റ് നവീകരണം. നിരവധി ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കടകൾ പൊളിച്ചു നീക്കാൻ തീരുമാനമായത്. എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടും കടകൾ പൊളിച്ചു നീക്കാൻ അധികൃതർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. കച്ചവടക്കാർ ആവശ്യപ്പെടുന്ന രീതിയിൽ പുനരധിവസിപ്പിക്കാൻ ഇതുവരെയും നഗരസഭയ്ക്കും കഴിഞ്ഞിട്ടില്ല. കെട്ടിടം പൊളിക്കാനെത്തുന്ന നഗരസഭാ അധികൃതരെയും കരാറുകാരെയും കച്ചവടക്കാർ തടയുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കച്ചവടക്കാരെ ബോധ്യപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് അധികാരികളുടെ വീഴ്ചയാണെന്ന ആക്ഷേപവുമുണ്ട്. കിഫ്ബി ഫണ്ട് 6.5 കോടി രൂപ വിനിയോഗിച്ചാണ് മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കടകൾ സമയബന്ധിതമായി പൊളിച്ചു നീക്കിയാൽ മാത്രമേ പുനലൂരുകാരുടെ പുതിയ മാർക്കറ്റ് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കൂ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ MLA റോഡിനോട് ചേർന്നുള്ള ഇടറോഡിൽ വെള്ളക്കെട്ട്. ചെമ്മന്തൂർ വെട്ടിപ്പുഴ റോഡാണ് ചെളിവെള്ളത്തിൽ മുങ്ങിയത്. MLA റോഡിലെ ശാസ്ത്രീയമല്ലാത്ത ഓട നിർമ്മാണവും അടഞ്ഞ ഓടകൾ തുറക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം. MLA റോഡിൽ ശാസ്ത്രീയമല്ലാത്ത ഓട നിർമ്മാണവും അടഞ്ഞ ഓടകൾ തുറക്കാത്തതും കാരണമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. ഇത് യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. പുനലൂർ ചെമ്മന്തൂരിൽ നിന്ന് വെട്ടിപ്പുഴയിലേക്കുള്ള റോഡിന്റെ പല ഭാഗങ്ങളും ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. കാൽനട യാത്രയും ദുഷ്കരമാണ്. MLA റോഡിൽ നിന്ന് പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് എത്താനുള്ള ഇടറോഡിലാണ് വെള്ളക്കെട്ട്. നിരവധി വീടുകളിലേക്കുള്ള പ്രധാന വഴിയാണിത്. ഓടകൾ ഉണ്ടായിരുന്നിട്ടും അവയെല്ലാം മണ്ണടിഞ്ഞ് അടഞ്ഞുകിടക്കുകയാണ്. ഓടകൾ ശുചീകരിക്കാത്തതാണ് നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമാകുന്നത്. ചെമ്മന്തൂർ സെന്റ് തോമസ് സ്കൂളിന് മുന്നിലും റോഡിന്റെ ഒരു ഭാഗത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രികർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡിന്റെ മറുഭാഗത്ത് വെട്ടിപ്പുഴ തോടുണ്ട്. മഴവെള്ളം തോട്ടിലേക്ക് ഒഴുകിപ്പോകും വിധം ഓടയുടെ നിർമ്മാണം നടത്തിയാൽ പ്രശ്നം പരിഹരിക്കാനാകും. നിലവിൽ മഴവെള്ളം കെട്ടിക്കിടന്ന ചെളിക്കെട്ടും മലിനജലവുമായി ഇവിടം മാറുന്നത് കൂടുതൽ ദുരിതങ്ങൾക്കാണ് കാരണമാകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 423 ലൈഫ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും 14 നടക്കും. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലാണ് വീടുകളുടെ താക്കോൽ കൈമാറുന്നത്. പുത്തൻതെരുവിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ലൈഫ് മിഷന്റെ ഭാഗമായി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് 2020-25 കാലയളവിൽ 421 കുടുംബങ്ങൾക്കാണ് വീടുകൾ അനുവദിച്ച് പൂർത്തീകരിച്ചത്. 68 ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകി. 650-ലധികം കുടുംബങ്ങൾക്ക് വീടും 117 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടുമാണ് ലൈഫ് പദ്ധതിയിൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകിയത്. 423 ലൈഫ് വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവും ഗുണഭോക്തൃ സംഗമവുമാണ് ജൂലൈ 14 ഉച്ചകഴിഞ്ഞ് 3:30 പുത്തൻതെരുവ് ഫിസാക്ക ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും അടച്ചുറപ്പുള്ള വീടും അന്തസ്സാർന്ന ജീവിതവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് 2021-25 കാലഘട്ടത്തിൽ 423 കുടുംബങ്ങൾക്ക് വീട് ലഭ്യമാക്കുകയും അതുപോലെ തന്നെ 68 കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ആകെ 650 കുടുംബങ്ങൾക്ക് വീടും 117 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു പദ്ധതിയിൽ ആകെ ചെലവായ തുക 22,29,977 രൂപ പഞ്ചായത്ത് ചെലവാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആകെ നമ്മുടെ മുന്നിൽ കണ്ണീരോടെ വന്നു നിന്ന കുടുംബങ്ങൾക്ക് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീട് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഭരണസമിതി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ താക്കോൽ കൈമാറും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം സ്വാഗതം പറയും. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ സുബോധി S, ലൈഫ് മിഷൻ കോർഡിനേറ്റർ ബിനുകുമാർ V എന്നിവർ പങ്കെടുക്കും. 24,
25-26 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഈ പദ്ധതി വിഹിതത്തിൻ്റെ മുഴുവൻ തുകയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളത് ലൈഫിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ഈ നേട്ടം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. ഈ നേട്ടം എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ വിഹിതങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതങ്ങളും ഉൾപ്പെടെയുള്ള വിഹിതങ്ങൾ ഈ പറയപ്പെടുന്ന തരത്തിൽ 423 പേർക്ക് വീട് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, അതിനകത്ത് വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. ഭൂമിയുള്ളവർക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഭൂമിയില്ലാത്ത 5 പേർ, അതിദരിദ്ര പട്ടികയിൽപ്പെട്ടിട്ടുള്ള 5 പേർക്ക് ഞങ്ങൾ വള്ളികുന്നം പഞ്ചായത്തിൽ ഭൂമി കണ്ടെത്തി. ആ ഭൂമി കണ്ടെത്തി അതിനകത്ത് വീട് വെച്ചു കൊടുക്കാൻ ആവശ്യമായ തരത്തിലുള്ള സംവിധാനം കൂടി ഞങ്ങളുടെ പഞ്ചായത്തിനെ പറ്റി ആലോചിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കടപുഴ പാലത്തിൽ നിന്നും കല്ലടയാറ്റിൽ ചാടിയ യുവാവ് മരിച്ചു. തേവലക്കര സ്വദേശി അനീഷ് കൃഷ്ണനാണ് മരിച്ചത്. ശാസ്താംകോട്ട അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വർണവും പണവും കവർന്ന ഹോം നേഴ്സ് പിടിയിൽ. അഞ്ചൽ സ്വദേശി സബീനയാണ് അറസ്റ്റിലായത്. തേവലക്കരയിലെ വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്തു വരുമ്പോഴാണ് പണവും സ്വർണവും അപഹരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ ആരോപിച്ച് കൂട്ടധർണ. കൊല്ലം ജില്ലാ ആശുപത്രിക്ക് മുന്നിലായിരുന്നു ധർണ. UTUC ഐക്യമഹിളാ സംഘം സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അവാർഡ് തിളക്കത്തിൽ കരുനാഗപ്പള്ളി അഴീക്കൽ ജനകീയ ആരോഗ്യ കേന്ദ്രം. സംസ്ഥാന സർക്കാർ നൽകുന്ന കായകൽപ്പ പുരസ്കാരമാണ് കുടുംബാരോഗ്യ കേന്ദ്രം കരസ്ഥമാക്കിയത്. 91.7% മാർക്ക് നേടി ജില്ലയിൽ 1ാം സ്ഥാനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.